വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യാതാപം ഏൽക്കുന്ന ഗ്രൂപ്പുകൾ എപ്പോഴും ഏതൊരു അസുഖത്തിനെയും പറയുന്ന പോലെ ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പോ മാനുവൽ ലേബേഴ്സിന്റെ അടുത്തൊക്കെ 11-3 നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കൂലിപ്പണിക്കാർക്കൊക്കെ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോ കുട്ടികൾക്ക് ലീവുള്ള സമയമൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുട്ടികളെയെങ്കിലും ഈ 11 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും വീടിന് പുറത്ത് കളിക്കാനും അങ്ങനെ സൺ എക്സ്പോഷർ ഉള്ള കാര്യങ്ങളിലേക്ക് വിടാതിരിക്കുക. അതുപോലെ തന്നെയാണ് പ്രായമായ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും വളരെയധികം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പിന്നെ ക്ലോത്തിങ്ങിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം ലൂസ് ആയിട്ടുള്ള പരുത്തി കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ വാട്ടർ ഇൻടേക്ക് ഒരു ദിവസം 1.5 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ആണ് പറയുന്നത്. പറ്റുമെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കുക. ഇത് വൃക്ക രോഗികളോട് ഞാൻ പറയില്ല, കാരണം വൃക്ക രോഗികൾക്കും ഹൃദ്രോഗികൾക്കും കൃത്യമായിട്ടുള്ള എത്ര വെള്ളം കുടിക്കണം എന്നുള്ള ഒരു കണക്കുണ്ടായിരിക്കും. അവർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മിനിമം 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വളരെയധികം ശ്രമിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. സ്പൈസി ആയിട്ടുള്ള കൂടുതൽ എരിവുള്ള നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്കറിയാലോ കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കാൻ. അതുപോലെ ഇപ്പൊ തണ്ണിമത്തൻ പോലെയുള്ള നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഒരു കൂളിംഗ് എഫക്ട് തരുന്ന കക്കരിക്ക പോലെ അല്ലെങ്കിൽ തണ്ണിമത്തൻ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ജനറൽ ആയിട്ട് എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങൾ. ഡോക്ടർ സൗമ്യ, ഈ സൂര്യാതപം ഏറ്റു എന്നൊരു സംശയമുണ്ടായാൽ അല്ലെങ്കിൽ ആ തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പൊ സൂര്യാതപം ഞാൻ പറഞ്ഞല്ലോ, സൺബേണും സൺസ്ട്രോക്കും രണ്ടും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ പറയുന്ന വ്യക്തിക്ക് ബോധമണ്ഡലത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, അദ്ദേഹം കോൺഷ്യസ് ആണ്, പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ എന്നുണ്ടെങ്കിൽ അത് സൺബേൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. 2 സിറ്റുവേഷൻ ആണെങ്കിലും ഉടൻ തന്നെ അദ്ദേഹത്തിനെ ആ ഒരു സൺലൈറ്റ് ഉള്ള ഭാഗത്തു നിന്ന് തണുത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂളർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പലരും ഇത് ഡയറക്ട്ലി പോയിട്ട് ഐസ് വെക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ ബ്ലിസ്റ്റേഴ്സും അല്ലെങ്കിൽ സ്കിൻ ഒരു വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എറിത്തിമാറ്റസ് ആയിരിക്കും, റെഡിഷ് ആയിരിക്കും, ചിലപ്പോൾ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഡയറക്ട്ലി കൊണ്ടുപോയിട്ട് നമ്മൾ ഐസ് വെക്കരുത്. അതിന് പകരം ചെയ്യേണ്ടത് തണുത്ത വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണികൾ, സ്പഞ്ചിങ് എന്ന് പറയും, നമ്മൾ അങ്ങനെയുള്ള കോട്ടൺ തുണികൾ തണുത്ത വെള്ളത്തിൽ ഉപയോഗിച്ച് സ്പഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ സൺസ്ട്രോക്ക് ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഐസ് ക്യൂബുകൾ വെച്ച് നമ്മൾ കക്ഷത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബോഡിയുടെ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഇടുക്കുകളിൽ നമ്മൾ ഐസ് ക്യൂബുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ വെക്കാറുണ്ട്, പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കണം. രോഗിക്ക് ബോധമുണ്ടെങ്കിൽ സൺസ്ട്രോക്ക് ഞാൻ പറഞ്ഞല്ലോ, സൺസ്ട്രോക്കിൽ പലപ്പോഴും അൺകോൺഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ബോധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ രോഗിയുടെ വായിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണെങ്കിൽ മാത്രം നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുക. IV ഫ്ലൂയിഡ് ആണ് ഏറ്റവും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൺസ്ട്രോക്കിൽ നമ്മൾ IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ എത്രയും വേഗം ഒരു ആശുപത്രിയിലേക്ക് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കണ്ട് മാറ്റുകയാണ് വേണ്ടത്. സൺബേൺ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ലോഷൻസ്, അലോവേര ലോഷൻസ് അതുപോലെയുള്ള നമുക്ക് സൂത്തിങ് ആയിട്ടുള്ള ലോഷൻ പെരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലിസ്റ്ററിങ് കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ശരി, ഏതായാലും തലമുറകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്കും കാലാവസ്ഥയിലും വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ അത് ബോധ്യപ്പെടുന്നത് ഉഷ്ണതരംഗം പോലെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പുതിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ എത്തുമ്പോഴാണ്. പ്രതിരോധം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വലിയ അപകടകരമായ സാഹചര്യത്തെ മറികടക്കാൻ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നയരൂപീകരണവും അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഈ ചർച്ച ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം സൂര്യാതപം ഏൽക്കാതിരിക്കാൻ ഈ പുറത്തിറക്കിയിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം. രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം ഡയറക്റ്റ് സൺലൈറ്റ്, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറി കഴിക്കുക, അതോടൊപ്പം ഇലവർഗ്ഗങ്ങൾ കഴിക്കുക. അങ്ങനെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. സൂര്യാതപം പോലെയുള്ള അപകടകരമായ സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ കാലത്തെ മറികടക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.